ഹായ് ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. ഫ്രം എക്സാംസ് ടു എക്സലൻസ് സ്നീക്ക് പീക്ക് ഓഫ് ഇയർ 2, അതായത് എംകോമിന്റെ സെക്കൻഡ് ഇയർ യാത്രയെ വളരെ ക്രിസ്പായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് പ്രസന്റ് ചെയ്യുകയാണ് ഇന്നത്തെ സെഷനിലെ എൻ്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, ഇന്നത്തെ സെഷനിൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ ജേണി നിങ്ങളുടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയർ ജേണിയിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്താണ് എംകോം എന്നും നിങ്ങൾ എങ്ങനെയാണ് അതിന്റെ ഓരോ തലത്തിലൂടെയും കടന്നു പോകേണ്ടതെന്നൊക്കെ അറിയാം. എന്നിരുന്നാൽ കൂടിയും നിങ്ങളെ ഇനിയും ഇത്രയും കൂടി എന്താണ് എഫക്റ്റീവായി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷന്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. തുടക്കത്തിലെ നിങ്ങൾക്കൊരു ഡയറക്ഷൻ തരികയാണ്, എങ്ങനെയായിരിക്കണം പഠനം, എങ്ങനെ കൊണ്ടുപോകണം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിലോട്ട് നമുക്ക് പോവാം, അധികം സമയം കളയാതെ പോവാം. അപ്പൊ ആദ്യമേ നമ്മൾ നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഇഗ്നോന്റെ റീ രജിസ്ട്രേഷൻ പ്രോസസ് എങ്ങനെയാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഓൾറെഡി എംകോമിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സെക്കൻഡ് ഇയറിലോട്ട് നിങ്ങൾ പോകുന്നത്. ആ രജിസ്ട്രേഷൻ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും എക്സാമും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിച്ചു. എംകോം എന്ന് പറയുന്നത് ഒരു സെമസ്റ്റർ വൈസ് പ്രോഗ്രാം ആണെങ്കിൽ കൂടിയും അതിന്റെ രജിസ്ട്രേഷൻ വരുന്നത് ഇയർലി ആണ്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പേയ്മെന്റ് അടച്ച് ജോയിൻ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ഇയറിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾ പുതുക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഫീസ് പേ ചെയ്യുക. അതായത് നമ്മൾ ഒരു ഇയർലി കോഴ്സിന് നമ്മൾ ഓരോ വർഷവും ഫീസ് അടയ്ക്കുന്നില്ലേ, അതുപോലെ സെക്കൻഡ് ഇയറിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫീസ് നിങ്ങൾ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് സെമ്മും നിങ്ങൾക്ക് തേർഡ് സെമ്മും ഫോർത്ത് സെമ്മും എക്സാം എഴുതാനായിട്ട് നിങ്ങൾ എന്താണ് എലിജിബിൾ ആവും. റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇഗ്നോ ഡിസംബർ 2 2024 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രോസസ്സാണ്. അത് കഴിഞ്ഞതിന് ശേഷം ജാനുവരി 15 വരെയായിരുന്നു ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്ത് ജാനുവരി 31 2025 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് വിത്തൗട്ട് ലേറ്റ് ഫേ. റീ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് എന്ന് പറയുന്നത് online.rr.igno.ac.in. ഈ വെബ്സൈറ്റിൽ ഈ ലിങ്കിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെയും നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട്, ലേൺവേഴ്സിന്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് നമ്മൾ തരുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്തൊരു സ്ലൈഡിൽ നമ്മൾ പറയും. ഇവിടെ റീ രജിസ്ട്രേഷന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. അവിടെ ചെന്നതിന് ശേഷം നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും പാസ്വേഡും കൊടുത്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട്, സമർത്ഥ് അക്കൗണ്ടിലോട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് എംകോം, അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ കയറുമ്പോൾ ഓൾറെഡി നിങ്ങളുടെ എംകോമിന്റെ പ്രൊഫൈലിലോട്ടാണ് നിങ്ങൾ പോകുക. നിങ്ങളുടെ പ്രൊഫൈലിലോട്ട് അവിടെ ചെന്നതിന് ശേഷം തേർഡ് സെമ്മിലോട്ടും ഫോർത്ത് സെമ്മിലോട്ടും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള കോഴ്സസോള് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. രജിസ്ട്രേഷൻ ഫീ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫോം സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ കൺഫർമേഷൻ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഫീ പേ ചെയ്തതിൻ്റെയും നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയതിൻ്റെയും ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കുകയോ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയോ ചെയ്യാം. ഇനി ലേൺവൈസിന്റെ ഭാഗത്ത് നിന്ന് റീ രജിസ്ട്രേഷന് നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത്, നമ്മളൊരു ഹെൽപ്പ് ഡെസ്ക് തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. റീ രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് ആണ്. അവിടെ അതിന്റെ കോണ്ടാക്ട് നമ്പർ എന്ന് പറയുന്നത് 91871462244237. ഈ നമ്പറിലാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് സ്വയമായിട്ട് ചെയ്യാനായിട്ട് ആകുന്നില്ല, ആരുടെയെങ്കിലും സപ്പോർട്ട് വേണം, ലേൺവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ആ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ മെന്ററായിട്ട് കണക്ട് ചെയ്യൂ, സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവുമായോ നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. അവര് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്കിലോട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ തുടക്കത്തിലെ ഞാൻ ഈ സെഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു, ഇന്നത്തെ സെഷൻ മെയിൻ ആയിട്ട് നിങ്ങൾ ഇതിന്റെ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് ഇയർ ജേണി വളരെ ക്രിസ്പായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്.
അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സെക്കൻഡ് ഇയർ ജേണി നിങ്ങൾക്ക് എഫക്റ്റീവായി കൊണ്ടുപോകാനായിട്ട് സാധിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിങ് എങ്ങനെയായിരിക്കണം, അതിന് ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടീവ് സിസ്റ്റം അല്ലെങ്കിൽ ലേൺ വൈസിന്റെ ഇക്കോ സിസ്റ്റം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇന്റന്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് എന്താണ് ലേൺ വൈൽ ഏൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റുഡന്റ് ആയി പോകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയൊക്കെ സജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാം, ഒരു റിവാർഡ് എങ്ങനെ നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ ഓവർവ്യൂവിൽ ആദ്യമേ നമ്മൾ പറയുന്നത് സെക്കൻഡ് ഇയറിന്റെ കോഴ്സ് വർക്കിനെ കുറിച്ചിട്ട് വളരെ ഒരു ഗ്ലിംസ് നിങ്ങൾക്ക് തരുന്നുണ്ട്, അതായത് ക്രിസ്പ് ആയിട്ടുള്ള ഒരു ഐഡിയ തരുന്നു. അതിനോടൊപ്പം തന്നെ സെക്കൻഡ് ഇയർ നിങ്ങൾ എങ്ങനെയാണ് നല്ല രീതിയിൽ പഠിക്കേണ്ടത്, ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനിങ് എങ്ങനെയായിരിക്കണം കൊണ്ടുപോകേണ്ടത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലേൺ വൈസിന്റെ ഒരു ഇക്കോ സിസ്റ്റം, എഗ്നോ ലേണേഴ്സിന് വേണ്ടിയിട്ട് ലേൺ വൈസിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ടുകൾ ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റെഫർ എ ഫ്രണ്ട് ഇനീഷ്യേറ്റീവ്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും. റെഫർ എ ഫ്രണ്ട് ഇനീഷ്യേറ്റീവ് എന്താണ് എന്നുള്ളതുണ്ട്. പിന്നെ അവസാനം അല്ലെങ്കിൽ ഇതിനോട് തൊട്ട് മുമ്പായിട്ട് ഇതുവരെ ഈ ഫസ്റ്റ് ഇയർ ജേണി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ നമുക്ക് കേൾക്കണം എന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത്, ഇനി എങ്ങനെയാണ് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്, ഈ പഠനത്തിൽ ഫസ്റ്റ് ഇയർ ജേണിയിലെ ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് എങ്ങനെയാണ്, ആ സപ്പോർട്ട് നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ എക്സാം വളരെ ഇഫക്റ്റീവായിട്ട് എഴുതാനായിട്ട് നിങ്ങളെ സഹായിച്ചു എന്നൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട്. കാരണം അങ്ങനെ കേൾക്കുന്നത് നമുക്കൊരു ഹാപ്പിനെസ് ആണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒന്നും കൂടി എന്താണ് നിങ്ങളുടെ സെക്കൻഡ് ഇയർ ജേണി കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇഫക്റ്റീവായിട്ട് തരാനായിട്ടുള്ള നമ്മളെ മോട്ടീവ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അപ്പൊ നമുക്ക് ആ ഒരു എക്സാം എക്സ്പീരിയൻസ് പ്ലസ് നിങ്ങൾക്ക് ലേൺ വൈസിൽ നിന്ന് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ലേൺ വൈസിൽ നിന്ന് നിങ്ങളുടെ എക്സാമിന് സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രമാത്രം നിങ്ങളെ സഹായിച്ചു എന്നൊക്കെ ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. പിന്നെ ഒരു ഫൈനൽ തോട്ട്സ്, അതായത് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സെക്കൻഡ് ഇയറിലോട്ട് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം മുമ്പോട്ട് പോവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇയർ 2ന്റെ ക്വിക്കായിട്ട് കോഴ്സ് വർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്തിനാണ് ഇഗ്നോയിൽ ഇങ്ങനെ ഒരു കോഴ്സസോട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? നിങ്ങളൊരു പ്രോഗ്രാം പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ തലങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു നോളജ് വേണം. അപ്പോൾ ഈ ഒരു കിട്ടുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ സബ്ജക്ട്സിലൂടെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സസിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പല തലങ്ങളെ കുറിച്ചുള്ള നോളജ്. അപ്പൊ നിങ്ങളുടെ കോർ സ്കില്ല് സ്ട്രെങ്തൻ ചെയ്യുക. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലി എവിടേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ എംകോം എന്ന് പറയുന്ന അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് കൊമേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ഇതിന്റെ യൂസസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഈ കൊമേഴ്സ് എന്ന് പറയുന്നതിന്റെ യൂസസ്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ കൊമേഴ്സ്യൽ വേൾഡിൽ ഇതിന്റെയൊക്കെ പ്രസക്തി എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കോഴ്സസ് ആവശ്യമാണ്, നിങ്ങൾക്ക് അക്കാഡമിക് നോളജ് അത്യാവശ്യമാണ്. അപ്പൊ അതിലെ കീ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ പഠിക്കുന്ന കോഴ്സസ് നമുക്കറിയാം. ഇഗ്നോയിൽ നിങ്ങൾ ചെയ്യുന്ന എംകോം എന്നതിനെ പ്രോഗ്രാം എന്നും ഇവിടെ പഠിക്കുന്ന സബ്ജക്ട്സിനെ നമ്മൾ കോഴ്സസ് എന്നുമാണ് പറയുക. നമ്മൾ സബ്ജക്ട്സ് എന്ന് റെഫർ ചെയ്യുന്നില്ല, കോഴ്സസ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന 7 കോഴ്സസ് ഈ സെമസ്റ്ററിൽ നിങ്ങൾ അല്ലെങ്കിൽ ഈ ഇയറിൽ നിങ്ങൾ കടന്നു പോകുന്ന 7 കോഴ്സസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് IBO1, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് IBO2, ഇന്റർനാഷണൽ Business Finance IBO6, Research Methodology and Statistical Analysis MCO3, Financial Management MCO7, India's Foreign Trade and Investment MCO15, Project Course MCOP 001. അപ്പോൾ ഇതിൽ നിങ്ങൾ നേരത്തെ ഞാൻ അവസാനം പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു ഗ്ലോബൽ പെർസ്പെക്റ്റീവ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഓൾമോസ്റ്റ് എല്ലാ നിങ്ങളുടെ കോഴ്സസുകളും ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ എല്ലാം നിങ്ങൾ ബിസിനസ് എൻവയോൺമെന്റ് എന്താണെന്നുള്ളതും മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്താണെന്നുള്ളതും ബിസിനസ് ഫിനാൻസ് ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാണ്. പക്ഷെ അതിന്റെ ഒരു ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിലുള്ള അപ്ലിക്കേഷൻ ആണ് 3rd സെമ്മിലും 4th സെമ്മിലും പറഞ്ഞു പോകുന്നത്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻസ്. അപ്പോൾ ഇനി ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് ഇതിന്റെ കണ്ടന്റുകളുടെ അവൈലബിലിറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ കണ്ടന്റുകളുടെയും
വാൻ ആയിക്കോട്ടെ, EP ആയിക്കോട്ടെ, എല്ലാം ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, സെക്കൻഡ് ഇയർ ഒക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ കോഴ്സസിൽ എല്ലാ കാര്യങ്ങളും ഫുള്ളി നമ്മൾ എന്താക്കിയിട്ടുണ്ട്, അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണ് നിങ്ങളെ വെൽക്കം ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സെക്കൻഡ് സെമസ്റ്ററിന്റെ യാത്ര വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ എൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളെല്ലാം പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് ലേൺ ബൈസിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങളുടെ സബ്ജക്ട്സുകളെല്ലാം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കണ്ടന്റ് അവൈലബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ആ സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്രെഡിറ്റ് ഒക്കെ നിങ്ങൾ സിലബസ് ഡീകോഡിംഗ് സെഷൻ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഓറിയന്റേഷനിൽ സിലബസ് ഡീകോഡിംഗ് സെഷനിൽ ക്രെഡിറ്റ് എന്താന്ന് പറഞ്ഞിരുന്നു. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സബ്ജക്ട് പഠിക്കാനായിട്ട് നിങ്ങൾ അലോട്ട് ചെയ്ത് കൊടുക്കേണ്ട അവേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിനും 6 ആണ് ക്രെഡിറ്റ്സ് വരുന്നത്. അപ്പോൾ ഒരു 1 ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 hours ഓഫ് സ്റ്റഡിയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഓരോന്നിനും 6 ക്രെഡിറ്റ് വരുമ്പോൾ അത് 6 into 30 ആ ഒരു ബേസിൽ നിങ്ങൾക്ക് എന്ത് വരുന്നണം അതിനെ. അപ്പോൾ എല്ലാം ഈക്വലി എന്താണ്, വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സുകളാണ്. ആകെ ഒരു സബ്ജക്ട് മാത്രമേ ഉള്ളൂ എന്താണ് 4 ക്രെഡിറ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് MCO 015 ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പേപ്പറാണ്. പിന്നെ അവസാനം MCO 001 പ്രൊജക്ട് എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ആണ്. അവിടെ നിങ്ങൾ അതിന്റെ ഒരു കണ്ടന്റ് നമ്മളല്ല പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങൾ സ്റ്റുഡന്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇഗ്നോയിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതാണ്. നമുക്ക് IBO 01 ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന പേപ്പറിൽ എന്താണെന്ന് നോക്കാം. അപ്പൊ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന പേപ്പർ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അതിന്റെ ഒരു ലൈറ്റർ വേർഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്താണ് ഇവിടെ ഇന്റർനാഷണൽ രീതിയിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവ് ബിസിനസ് എൻവയോൺമെന്റ്, മറ്റേത് നമുക്ക് ചുറ്റുമുള്ള ഒരു കമ്പനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും ഇനി ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവ്, ഒരു കമ്പനി ഇന്റർനാഷണൽ ഒരു MNC ആവുമ്പോൾ അവിടെ അവർക്ക് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റിൽ പറയുന്നത്. അവിടെ ഇതിന്റെ കോൺസെപ്റ്റ്സ് എന്താണ്, അതിന്റെ ഡയമെൻഷൻസ് പറഞ്ഞു പോകുന്നുണ്ട്. ഗ്ലോബലൈസേഷന്റെ പ്രോസസ്സ്, ഗ്ലോബലൈസേഷൻ ഫോഴ്സസ്, അതുപോലെ വേൾഡ് ട്രേഡിംഗ് സിസ്റ്റംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലീഗൽ എൻവയോൺമെന്റ്, കണ്ടംപററി ഡെവലപ്മെന്റ് ആൻഡ് ഇഷ്യൂസ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റിൽ ഒരു ബിസിനസ് ഇന്റർനാഷണലി ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഫേസ് ചെയ്യേണ്ട ചാലഞ്ചസ്, അല്ലെങ്കിൽ അവരുടെ മുമ്പിലുള്ള അവർ സർവൈവ് ചെയ്തു പോകേണ്ട കാര്യങ്ങൾ, അവരുടെ ഒരു ബിസിനസ് എൻവയോൺമെന്റ് എന്തൊക്കെയാണെന്നാണ് ഈ പേപ്പറിൽ വ്യക്തമാക്കി പറഞ്ഞു പോകുന്നത്. ഇനി നിങ്ങൾ നെക്സ്റ്റ് പേപ്പർ എന്താണ്, IBO 2 ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. അപ്പൊ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഒരു ഇന്റർനാഷണൽ വേർഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിംഗിന്റെ ഒരു ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റ് സെലക്ഷൻ എന്താണ്, ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ട് എങ്ങനെയാണ് ഒരു കമ്പനി എൻ്റർ ചെയ്യേണ്ടത്, അതിന്റെ എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള പല ട്രിക്സുകൾ ഉണ്ടാവാം, അതൊക്കെ എങ്ങനെയാണ്, ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ രീതിയിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ലോഞ്ച് ചെയ്യുക, എങ്ങനെയാണ് ഇന്റർനാഷണൽ രീതിയിൽ പ്രൈസിംഗ് ഡിസിഷൻസുകൾ നടത്തേണ്ടത്, എന്താണ് ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ, എന്താണ് ഇന്റർനാഷണൽ ലെവലിൽ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഇന്റർനാഷണൽ ലെവലിൽ പ്രൊമോട്ട് ചെയ്യുക,
അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. പിന്നെ മാർക്കറ്റിംഗ് റിസർച്ച്, അത് ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഒരു മാർക്കറ്റിംഗ് റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്നൊക്കെ ഉള്ളത് ഈ പേപ്പറിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇനി അടുത്തത് എന്താ പറയുന്നത്, IBO 6 ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന പേപ്പറാണ്. ഇവിടെ നിങ്ങൾ എന്താണ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം, നിങ്ങൾ ഫിനാൻഷ്യൽ സിസ്റ്റം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്താണ് വീണ്ടും ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവില് ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണ്, എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റ്, എന്താണ് ഇൻവെസ്റ്റിംഗ് ഇൻ ഫോറിൻ ഓപ്പറേഷൻ, ഫിനാൻസിങ് ഇന്റർനാഷണൽ ഓപ്പറേഷൻ, എങ്ങനെയാണ് ഒരു കമ്പനി ഗ്ലോബലി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് അവർക്ക് ഫണ്ട് റേസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസിങ് ആയിട്ടുള്ളത്, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവർ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് എന്താണ്. അപ്പോൾ പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ഇന്റർനാഷണൽ രീതിയിൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ അവരുടെ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എങ്ങനെയൊക്കെ ആവണം. ഇത്രയും കാര്യങ്ങളാണ് IBO 6 ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന പേപ്പറിൽ പറഞ്ഞു പോകുന്നത്. ഇനി എന്താ MCO 3 റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഇതിന്റെയും നിങ്ങൾ എന്താണ് ഒരു ഫസ്റ്റ് ഹാഫ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സെക്കൻഡ് സെമ്മിൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു പേപ്പർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് സെമിസ്റ്ററിൽ. അതിന്റെ കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഹയർ വേർഷൻ, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക അഡ്വാൻസ്ഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഈ പേപ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്ടിന്റെ സമയത്ത് ഇതിലെ ഒരുപാട് ഇൻപുട്സുകൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പേപ്പർ എന്ത് ചെയ്യുക, അതിന്റെ ഒരു സീരിയസ്നെസ്സിൽ നിങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ കടന്നു പോകുന്നത് എന്താണ് റിസർച്ച്, എങ്ങനെയാണ് ഒരു ഡാറ്റ കളക്ഷൻ നടത്തേണ്ടത്, എന്താണ് പ്രോസസ്സിംഗ്, എങ്ങനെയാണ് ഒരു ഡാറ്റ പ്രോസസ്സിംഗ്, എന്താണ് പ്രിസർവേഷൻ ഓഫ് ഡാറ്റ, റിലേഷണൽ ആൻഡ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റിയെ കുറിച്ച്, ഹൈപ്പോത്തീസിസ് ടെസ്റ്റിങ്ങിനെ കുറിച്ച്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പൊ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിലിപ്പോ ഈ ക്രിസ്പായിട്ട് ഈ ഒരു ഹെഡ്ലൈൻസുകൾ വായിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതെല്ലാം കണക്റ്റഡ് ആണ്. എന്താണ് പ്രൊജക്റ്റിലോട്ട് നിങ്ങൾക്ക് ഒരുപാട് ആവശ്യം വരുന്ന ഘടകങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡാറ്റ അതിന്റെ റിസർച്ച് നടത്തേണ്ടത്, എങ്ങനെയാണ് ഡാറ്റ പ്രോസസ് ചെയ്യേണ്ടത്, ട്രെൻഡ് അനാലിസിസ്, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യമാണ്. ഇനി എന്താ പറയുന്നത് MCO 7 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറാണ്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യണത്, ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു കമ്പനിക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ഫിനാൻസിങ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഫണ്ട് മാനേജ് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എന്താണ് ഫിനാൻസിന്റെ ഫൗണ്ടേഷൻസ് ഓഫ് ഫിനാൻസ് എന്താന്ന് പറയുന്നുണ്ട്. ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കമ്പനിയുടെ മുമ്പിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രൊജക്ടുകൾ അവൈലബിൾ ആയിരിക്കാം. കമ്പനിക്ക് മാത്രമല്ല, ഇവൻ നമ്മളുടെ മുമ്പിലായാലും ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആവും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടത്, അത് എങ്ങനെ എടുക്കാം. അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എങ്ങനെ എഫക്റ്റീവ് ആയി എടുക്കാം, ഫ്രൂട്ട്ഫുൾ ആയി എടുക്കാം, അല്ലെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ റിസ്ക് പരമാവധി കുറച്ചുകൊണ്ട് എങ്ങനെ റിട്ടേൺ കൂട്ടാം, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എങ്ങനെ എടുക്കാം, ലോങ് ടേം രീതിയിൽ ഒരു കമ്പനി എങ്ങനെയാണ് ഫിനാൻസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഫിനാൻസിങ് ഡിവിഷനും ഡിസിഷൻസ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഫിനാൻസിങ് ഡിസിഷൻ ഇപ്പൊ ഫണ്ട് റേസ് ചെയ്യണോ വേണ്ടേ, കൂടുതൽ ഇക്വിറ്റി ക്യാപിറ്റൽ യൂസ് ചെയ്യണോ, കൂടുതൽ ഡിബഞ്ചേഴ്സ് ആണോ യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ മാനേജ്മെന്റ്, ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾ കടന്നു പോകുന്നത്. ഇനി MCO 15 ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ കമ്പാരിറ്റീവ്ലി ഉള്ള സബ്ജക്ട്സുകളിൽ ഇത്തിരി ക്രെഡിറ്റ് കുറവുള്ള ഒരു പേപ്പറാണ് ഇത്. അത് വിചാരിച്ചിട്ട് ഇത് പഠിക്കേണ്ട എന്നോ അവസാന നിമിഷം നോക്കിയാൽ മതി എന്നോ വെയിറ്റേജ് അങ്ങനെയൊന്നും ഇതുമില്ല. നിങ്ങളെല്ലാം പഠിച്ചു പോകണം. ടൈമിംഗ് ആണ് പറയുന്നത്. ഇതിന് കമ്പാരിറ്റീവ്ലി മറ്റുള്ള പേപ്പേഴ്സിനേക്കാൾ വളരെ കുറച്ച് ഒരു എന്താ പറയാ സമയം കുറച്ച് കൊടുത്താൽ മതി. ഇവിടെ ഫോറിൻ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ഫോറിൻ ട്രേഡ് ആൻഡ് എക്സ്പോർട്ട് പ്രൊമോഷൻ എന്താണ്, ട്രേഡ് പ്രോസ്പെക്ട്സ് ഓഫ് മേജർ പ്രൊഡക്ട്സ്, ട്രേഡ് പ്രോസ്പെക്ട്സ് ഓഫ് സെലക്ട് മാർക്കറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിലോട്ട് വരുന്നത്. ഇനി MCOP 001 പ്രൊജക്ട് കോഴ്സ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ലാസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളതാണ്. ഈ ഒരു പ്രൊജക്ട് കോഴ്സിൽ നിങ്ങൾക്ക് തരുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ഈ പ്രൊജക്ട് കോഴ്സിനെ കുറിച്ചിട്ട് ഒരു ഓവർവ്യൂ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. എന്താണ് പ്രൊജക്ട് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രൊജക്ടിന്റെ വിവിധ തരം പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, ഏത് ഘട്ടങ്ങളിലൂടെയാണ് പ്രൊജക്ട് പോവേണ്ടത് നിങ്ങൾക്കറിയാം. ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നോളേജബിൾ ആയിരിക്കാം. അതേ തുടക്കത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ടോപ്പിക് നിങ്ങൾ സെലക്ട് ചെയ്യണം, നിങ്ങളുടെ ഗൈഡിനെ സെലക്ട് ചെയ്യണം, സിനോപ്സിസ് നിങ്ങൾ
ക്രിയേറ്റ് ചെയ്യണം, പ്രൊജക്ട് സിനോപ്സിസ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ അത് അവിടെ നിന്ന് അപ്രൂവൽ ചെയ്ത് കിട്ടണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അടുത്ത പ്രൊജക്ട് എക്സിക്യൂഷൻ എന്തൊക്കെയാണ്, ഫൈനൽ പ്രൊജക്ട് റിപ്പോർട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇത് ഈ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് MCOP 001 പ്രൊജക്ട് കോഴ്സ് എന്ന് പറയുന്ന പേപ്പറിൽ പറഞ്ഞു പോകുന്നത്. അപ്പോ ഇതുവരെ നിങ്ങൾ നോക്കിയത് നിങ്ങൾക്ക് നിങ്ങളുടെ MCOMന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള കോഴ്സസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങൾ വളരെ ക്രിസ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു പോന്നു. ഇതിന്റെ ഒരു ഡീറ്റെയിൽ സെഷൻ നമുക്ക് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഓരോ യൂണിറ്റ് വൈസ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ബ്ലോക്ക് വൈസ് ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് അറിയും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റഡി പ്ലാനിങ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോ എന്താണ് പഠിക്കാനുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഐഡന്റിഫൈ എക്സാം ആൻഡ് അസൈൻമെന്റ് ഡെഡ് ലൈൻസ് ഫസ്റ്റ്, ദെൻ പ്ലാൻ യുവർ സ്റ്റഡി റോഡ് മാപ്പ്. നമ്മൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾ അറിയണം എന്നേക്കാണ് നിങ്ങളുടെ എക്സാം വരിക. അപ്പൊ നിങ്ങൾക്കറിയാം 3rd സെമ്മിന്റെ എക്സാം എന്താണ് നിങ്ങൾക്ക് ജൂണിൽ വരും, പിന്നെ നിങ്ങൾക്ക് ഡിസംബറിൽ വരും. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയാം. അപ്പൊ ഈ ഒരു ആ ഒരു ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ തയ്യാറാക്കാൻ. അപ്പൊ എന്റെ മുമ്പിൽ ഇനിയുള്ളത് 5 മാസമേ ഉള്ളൂ. ഇതിൽ എനിക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം, എനിക്ക് എന്റെ 3rd സെമ്മിലുള്ള 4 സബ്ജക്ട്സുകൾ എനിക്ക് പഠിക്കണം. അപ്പൊ ഇതൊക്കെ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലാനിങ് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെ ഞാൻ പഠിക്കണം. അപ്പൊ ഇതിനിവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാം, ലേൺവേസിൽ ജോയിൻ ചെയ്യുന്ന ഓരോ സ്റ്റുഡൻസിനും അവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു സ്റ്റഡി ടൈം ടേബിൾ തരാറുണ്ട്. അപ്പൊ ആ സ്റ്റഡി ടൈം ടേബിളിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ എക്സാമിന് മുമ്പ് നിങ്ങളുടെ എല്ലാ പോർഷൻസുകളും പഠിച്ചും കഴിയും. അസൈൻമെന്റ് എഴുതാനും നിങ്ങൾക്ക് അവിടെ ഒരു സ്പേസ് നമ്മൾ അലോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഗത്തു നിന്നും എഫേർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങണം. അപ്പൊ ഇവിടെ ഒരു സ്റ്റഡി ടൈം ടേബിൾ നമ്മൾ റിലീസ് ചെയ്തൊക്കെ വരുമ്പോൾ നമ്മളൊരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഒരു ജാനുവരി പകുതിക്കോ, പക്ഷെ ഈ ഇരിക്കുന്ന സമയം നിങ്ങൾ വെറുതെ കളയണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നമ്മുടെ ആപ്പിൽ ക്ലാസ്സസുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് പഠിച്ച് തുടങ്ങാം. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പഠനത്തിലോട്ട് നിങ്ങൾ തിരിച്ചു വരാനായിട്ട് നോക്കുക. ഇപ്പൊ 2-3 ദിവസമൊക്കെ എക്സാം കഴിഞ്ഞതിന്റെ നിങ്ങൾ റിലാക്സ് ചെയ്തോളൂ. അത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, ട്രാക്കിലോട്ട് വരാനായിട്ട് നോക്കുക. പിന്നെ ബ്രേക്ക് കോഴ്സ് വർക്ക് ഇൻ ടു മാനേജബിൾ ഗോൾസ്. നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇന്ന ദിവസത്തിൽ ഇത്രയും പോർഷൻസോളം ഞാൻ കവർ ചെയ്യും. അത് എ എന്ന് പറയുന്ന കുട്ടി ബി എന്ന് പറയുന്ന കുട്ടി ചെയ്യുന്നത് നോക്കിയിട്ട് അതുപോലെ ചെയ്യാനല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് ഡെയിലി വൈസോ വീക്ക്ലി വൈസോ മന്ത്ലി വൈസോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 4 സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാസം ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഠനം കൂടുതൽ ഇഫക്റ്റീവ് ആക്കാം. പക്ഷെ പഠിക്കാനിരിക്കുന്ന സമയം വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇനി ടൈം മാനേജ്മെന്റ് കൺസിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന ഒരു ഡിസ്റ്റൻസ് ആയിട്ടാണ് പഠിക്കുന്നത്. അവിടെ നിങ്ങളെ വന്നിട്ട് ഒരു കോളേജിലെ പോലെ ഡയറക്റ്റ് ആയിട്ട് വന്ന് നിങ്ങളുടെ പഠനത്തിൽ സൂപ്പർവൈസ് ചെയ്യാനോ, നിങ്ങൾ എന്താ പഠിക്കാത്തെ, നമ്മൾ വെൻഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളെ വിളിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ എന്താണ്, ഒരു ഫോണിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങളോട് തന്നെ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ പണമാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസമാണ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഓരോന്ന് പ്ലാൻ ചെയ്യാനും നിങ്ങൾ പഠിക്കാനും. അപ്പൊ നിങ്ങളൊരു സ്റ്റഡി സ്കെഡ്യൂൾസ് നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡെയിലി ഒരു 1 hour ആണ് നിങ്ങൾക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കുന്നതെങ്കിൽ ആ ഡെയിലി 1 hour നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ആകുന്നില്ലേ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ എത്രമാത്രം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുമോ ആ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നിങ്ങളുടെ സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിൽ ഓടിക്കൂടിക്കൊണ്ട് പഠിച്ചുണ്ടാക്കുന്ന രീതിയിൽ ചെയ്യരുത്. കാരണം ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഹറിബറി ആയിട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള കോൺഫിഡൻസ് നമ്മൾ ഇല്ലാതെയാക്കിയുള്ളൂ. കാരണം ഇഗ്നോന്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് സെം സെക്കൻഡ് സെം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒത്തിരി വലിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ഈ സബ്ജക്ട്സുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ അവിടെ നശിപ്പിക്കുകയുള്ളൂ. ഇത് വിചാരിച്ചിട്ട് എക്സാം ടഫ് ഒന്നുമല്ല. ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ തന്നെയാണ് എന്ത് വരാറുള്ളത്, ക്വസ്റ്റ്യൻസുകൾ വരാറുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്
തുടക്കത്തിലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സിനെ കുറിച്ചൊരു നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഈ സെമ്മിന് പഠിക്കാനുള്ള സബ്ജക്ട്സുകൾ എന്തൊക്കെയാണ്, ഈ സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് എനിക്ക് ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. അല്ലാതെ ഇന്ന് ടൈം ടേബിൾ കിട്ടുന്നു, നാളെ പോയി എക്സാം എന്നൊരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. എന്താ സെൽഫ് കെയർ ആൻഡ് മൈൻഡ് സെറ്റ്. നിങ്ങളാണ് എക്സാം എഴുതുന്നത്. നിങ്ങൾ ഒരുപാട് സമയം കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കാതിരിക്കുക. നിങ്ങളുടെ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെൽഫ് ടൈം കണ്ടെത്താൻ, അല്ലെങ്കിൽ ഒരു മീ ടൈം കണ്ടെത്താനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. കറക്റ്റ് സമയത്ത് നിങ്ങൾ ബ്രേക്ക് എടുക്കാനായിട്ട് നോക്കുക. എക്സസൈസുകൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഹോബീസുകൾ ഉണ്ടെങ്കിൽ അതിലോട്ട് ഇൻവോൾവ് ആവാനായിട്ട് നോക്കുക. പക്ഷെ കൃത്യമായിട്ടുള്ള സമയം ഫിക്സ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് അതിലോട്ട് പോവാൻ. എന്താ കണ്ടിന്യൂറ്റിയിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ അതിനർത്ഥം എന്ന് പറയുന്നത് വെറുതെ ആ സമയം നിങ്ങൾ കളയുന്നേ ഉള്ളൂ. മാക്സിമം ഒരു മനുഷ്യന് ഒരു മാക്സിമം 30 hours, അതിനപ്പുറം അയാൾക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട ഹോബികളിൽ ഏർപ്പെടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ലപോലെ ഉറങ്ങുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. വെള്ളം കുടിക്കുന്നില്ലേ, ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. കാരണം നിങ്ങളാണ് എക്സാം ഹാളിലോട്ട് പോകേണ്ടത്. അപ്പം നിങ്ങൾ ഹെൽത്തി ആയി കഴിഞ്ഞാലേ, നിങ്ങൾ മെന്റലി ആൻഡ് ഫിസിക്കലി ഓക്കെ ആയി കഴിഞ്ഞാലേ നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പം എത്രമാത്രം പഠിച്ചു എന്നുള്ളതല്ല, അത് എത്രമാത്രം ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എഴുതുന്നത് അല്ലെങ്കിൽ എത്രമാത്രം എഴുതാനായിട്ട് സാധിക്കണം എന്നുള്ളതും അവിടെ ഇതാണ് ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് നിമിഷം വരെ എപ്പോഴും എന്താണ്, മെന്റലി ആൻഡ് ഫിസിക്കലി നിങ്ങൾ ഹെൽത്തി ആയിരിക്കാനായിട്ട് നോക്കുക. നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രെസ് മാനേജ് ചെയ്യുക. ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ബോർഡം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഷോർട്ട് നാപ്സ് എടുക്കുക. അതുപോലെ തന്നെ മനസ്സിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലോട്ട് ഉൾപ്പെടുത്താനും നിങ്ങൾക്ക് സന്തോഷം തരുന്ന പ്രവർത്തികളിലോട്ട് ഏർപ്പെടാനും നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇപ്പൊ കോഴ്സ് വർക്ക് എന്താന്ന് നോക്കി, അതിനോടൊപ്പം തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിങ്, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് ലേൺവൈസിന്റെ ഇക്കോ സിസ്റ്റം. ലേൺവൈസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നമ്മൾ തരുന്ന റിസോഴ്സസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സപ്പോർട്ട് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും കഴിഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ആപ്പിൽ നിങ്ങൾക്ക് 1 hour 2 hour ഒക്കെ ലെങ്ത് വരുന്ന ക്ലാസ്സസുകൾ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാം. അതിൽ ഓൾറെഡി റെക്കോർഡ് ക്ലാസ്സസ് ആയതുകൊണ്ട് മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ടുകൾ ഉണ്ടാവാം. അത് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് അതിന്റെ ലൈവ് ആയിട്ടുള്ള റിവിഷൻ സെഷൻ വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ആ ഡൗട്ടുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. പ്ലസ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം വേറെ മറ്റൊരാൾ റിവൈസ് ചെയ്ത് തരുമ്പോൾ അതൊന്നും കൂടി നമ്മുടെ മൈൻഡിലോട്ട് എന്ത് ചെയ്യും, പതിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ നമ്മൾ എന്താണ്, റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് തരുന്നുണ്ട്. വാല്യൂ ആഡഡ് നോട്ട്സ്, വാൻ എന്ന് പറയുന്നത് വളരെ ക്രിസ്പായിട്ട് 2 ചാപ്റ്ററിനെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊരു യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു, അപ്പൊ നെക്സ്റ്റ് യൂണിറ്റിലോട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് ഈ വാല്യൂ ആഡഡ് നോട്ട്സിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ഒന്നുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് കിട്ടി, റിവൈസ് ചെയ്ത് കിട്ടി. അല്ലെങ്കിൽ എക്സാം ഹാളിലോട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് എന്താണ്, ഈ വാല്യൂ ആഡഡ് നോട്ട്സ് വളരെ ഫലപ്രദമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ മൊത്തമായിട്ട് നിങ്ങൾക്ക് ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മൊത്തം ബ്ലോക്കിനെ കുറിച്ച് അല്ലെങ്കിൽ മൊത്തം ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ റിവൈസ് ചെയ്ത് തരികയാണ്.
പിന്നെ എക്സാം പീഡിയ അല്ലെങ്കിൽ എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് നമ്മുടെ ആപ്പിലുള്ളതാണ്. ഓരോ യൂണിറ്റ് വൈസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള അതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ യൂണിറ്റിലെയും പല കുട്ടികളും എക്സാമിന്റെ സമയത്തൊക്കെ നമ്മളോട് ചോദിച്ചിട്ട് വരും, മാം എക്സാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഉണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. പക്ഷെ ഓൾറെഡി ആപ്പിൽ ഇത് അവൈലബിൾ ആണ്. യൂണിറ്റ് വൈസ് ഓരോ ചാപ്റ്ററിൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു എക്സാം പീഡിയ എന്ന് പറയുന്നൊരു റിസോഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ഓരോ യൂണിറ്റ്സുകളും സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുമ്പോൾ ആ എക്സാം പീഡിയ ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാനായിട്ടുണ്ട്. ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും നിങ്ങൾ ഓൾറെഡി അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്തവരാണ്. നിങ്ങൾക്ക് അറിയാം നമ്മുടെ ലേൺവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത്. അത് ഉപയോഗിച്ചാണ് മോസ്റ്റ്ലി എല്ലാ സ്റ്റുഡൻസും എന്ത് ചെയ്യാറുള്ളത്, മെജോറിറ്റി അവരുടെ അസൈൻമെന്റിലും കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് കഴിഞ്ഞ 2-3 സൈക്കിളായിട്ട് നമ്മുടെ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ്, അതുവഴി ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നിങ്ങൾക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസുകൾ, എക്സാമിന്റെ ട്രെൻഡുകൾ, ഒരു പ്രിഡിക്റ്റീവ് അനാലിസിസ്, ഇനി വരാൻ പോകുന്ന എക്സാം എങ്ങനെയാവും, അതിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഒരുപാട് കുട്ടികൾ യൂസ്ഫുൾ ആയി എന്ന് നമ്മളോട് വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവറേജ് മാർക്കെങ്കിലും സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുകൊണ്ട് എന്ന് ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. എക്സാമിന്റെ സമയത്ത് ഇത് എന്താ പറയുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് വന്നില്ലേ എന്ന് ചോദിച്ചിട്ട് കുട്ടികൾ എന്താണ് നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. കാരണം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് അത്രയും ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണ് കഴിഞ്ഞ ഒരു സൈക്കിള് അല്ലെങ്കിൽ 2 സൈക്കിളായിട്ട് നമ്മൾ ഇഗ്നോറിന്റെ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമിന് പോകുന്നതിനേക്കാളും മുമ്പ് ഇഗ്നോന്റെ നിങ്ങൾ റിയാലിറ്റി ഫേസ് ചെയ്യാണ്. നിങ്ങളുടെ എക്സാമിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാണ്, എക്സാമിനെ ഫേസ് ചെയ്യാണ്. അപ്പൊ ആ രീതിയിൽ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കോൺഫിഡൻസ് ജനറേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വരാനിരിക്കുന്ന റിയൽ ആയിട്ടുള്ള ഇഗ്നോയുടെ എക്സാമും കൂടി നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ ടൈം മാനേജ്മെന്റ് നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്ട്രെസ് മാനേജ് ചെയ്തുകൊണ്ട്, ടൈം മാനേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കും. പിന്നെ ഇഗ്നോന്റെ എക്സാം ഹെൽപ്പ് ഡെസ്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്. എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാം രജിസ്ട്രേഷൻ പ്രോസസ്സ് നമുക്ക് വരും. അപ്പൊ ആ സമയത്തൊക്കെ എക്സാം രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ സ്റ്റുഡൻസിന് അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്ത് കൊടുക്കാറുണ്ട്, ലേൺവൈസിന്റെ ഭാഗത്ത് നിന്ന് ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്കിലൂടെ അവരുടെ എക്സാം രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയൽസ്, പ്രോബ്ലം പേപ്പേഴ്സ് വരുന്ന അല്ലെങ്കിൽ പ്രോബ്ലം പേപ്പേഴ്സിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഈ EP എന്നോടൊപ്പം തന്നെ പ്രോബ്ലം പേപ്പേഴ്സിൽ ചില ചാപ്റ്റേഴ്സിലെ പ്രോബ്ലം പേപ്പേഴ്സിൽ വർക്ക് ബുക്ക് നമ്മൾ കൊടുക്കാറുണ്ട് ഇൻസ്റ്റെഡ് ഓഫ് EP. അവിടെ വർക്ക് ബുക്കിൽ ഒരുപാട് പ്രോബ്ലത്തിന്റെ ക്വസ്റ്റ്യൻസുകൾ തന്നിട്ടുണ്ടായിരിക്കും. അതിന്റെ ആൻസർ ഫയൽസും അതിൽ എവിടെ ആയിരിക്കും, അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഈ വരുന്ന 2 സെമസ്റ്ററിലായിട്ട് നിങ്ങൾക്ക് എന്താണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നൊരു പേപ്പർ ഉണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ ഉണ്ട്. അപ്പൊ അവിടേക്ക് ഈ വർക്ക് ബുക്ക് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഹാപ്പിനെസ് അംബാസിഡർ, നിങ്ങളുടെ അക്കാഡമിക് ജേർണിയോടൊപ്പം തന്നെ ലേൺവൈസ് നിങ്ങളുടെ മെന്റൽ ഹെൽത്തും കൂടി നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസ് നമ്മൾ മന്ത്ലി നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെന്റലി എന്തെങ്കിലും സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്, അത് നിങ്ങളുടെ പഠനത്തെ ബാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ്, അതൊക്കെ അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യും, ഒരു വ്യക്തിയുടെ എല്ലാതരം ആക്ടിവിറ്റീസിനോടെയും എഫക്ട് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എന്തായിരിക്കും, നിങ്ങളുടെ പഠനത്തെയും ബാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സ്ട്രെസ് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററോട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നിങ്ങൾക്ക് സംസാരിക്കണം. എന്ന് കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുള്ളെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്ന ഒരു സെഷൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കണ്ടക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഹാപ്പിനെസ് അംബാസിഡറിനോട് സംസാരിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലേൺവൈസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വർഷം നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഇതൊക്കെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ സെക്കൻഡ് ഇയർ ജേർണി കൂടി നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, MCOM എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ടറി രീതിയിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഫറൻറ്റ് ഏൺ വൈൽ യു ലേൺ, നിങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ചെറിയൊരു പോക്കറ്റ് മണി ഉണ്ടാക്കണം, അല്ലെങ്കിൽ
നിങ്ങൾക്ക് ഒന്ന് ഏൺ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റെഫർ എ ഫ്രണ്ട്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ലേൺ വൈസിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഒരു ലേണർക്ക് എന്ത് ചെയ്യാം, ആ നിങ്ങൾ ഇപ്പോൾ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾക്ക് ലേൺ വൈസിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ടിനോ റിലേറ്റീവ്സിനോ സജസ്റ്റ് ചെയ്തപ്പോൾ ആ വ്യക്തിക്ക് ഇതിലോട്ട് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആ ഫ്രണ്ടിനെ നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ്. വൺസ് ആ ഫ്രണ്ട് നമ്മുടെ ലേൺ വൈസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അതിലേക്ക് എൻറോൾ ചെയ്യിപ്പിച്ച നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ലേണർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു റിവാർഡ് കൊടുക്കുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി അത് എന്തിലോട്ടാണ് എത്തുന്നത്, ലേൺ വൈസിന്റെ ഒരു ഗ്രോത്തിലോട്ടാണ് എത്തുന്നത്. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യാണ്. അപ്പൊ അത് ഗ്രോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ലേൺ വൈസിന്റെ ആ ഒരു ഗ്രോത്ത് നിങ്ങളുടെ അക്കാഡമിക് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് എത്തിക്കാനും അല്ലെങ്കിൽ ലേൺ വൈസിനും ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആവാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഇൻസെന്റീവ് സ്കീമാണ് പറയുന്നത് ഫോർ റെഫറർ, അതായത് എന്താണ്, 1000 പെർ സക്സസ്ഫുൾ റെഫറൽ. 1000 രൂപ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ 1000 റുപ്പീസ് വെച്ചിട്ടാണ് ഒരു ഫ്രണ്ടിനെ നിങ്ങളിവിടെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ഫ്രണ്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഫീസിൽ നിന്ന് 10% ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു ലാസ്റ്റ് സെഷനിലോട്ട് നമ്മൾ എത്തുകയാണ്. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് കേൾക്കാനായിട്ടാണ് നമ്മൾ എത്തുന്നത്. ഇത്ര നേരം നമ്മൾ സംസാരിച്ചു, ലേൺ വൈസിനെ കുറിച്ച് പറഞ്ഞു, ഇഗ്നോനെ കുറിച്ച് പറഞ്ഞു, എംകോം സിലബസിനെ കുറിച്ച് പറഞ്ഞു. ഇനി അറിയാനായിട്ടുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിങ്ങളുടെ ഇപ്പോൾ ഈ ഫസ്റ്റ് ഇയർ ജേണി അതെങ്ങനെയായിരുന്നു, അതിനൊരു എക്സാമിന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു, ലേൺ വൈസിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അതുമൂലം അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിന് എത്രമാത്രം സപ്പോർട്ടാണ് ലഭിച്ചത്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ആരാണ് വരുന്നത്? കീർത്തന. ഹായ്. ആ, പറയൂ കീർത്തന, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ ജേണി? ഫസ്റ്റ് ഇയർ അടിപൊളിയായിരുന്നു. എനിക്ക് കൂടുതൽ യൂസ്ഫുൾ ആയ എക്സാം സ്പെഷ്യലിന്റെ ആ സെക്ഷനൊക്കെ, ഇപ്പൊ ക്ലാസ് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ആ സെഷനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എന്റെ മെന്റർ അശ്വതി മാം ആയിരുന്നു. മാം അടിപൊളി, എപ്പൊ എന്ത് ചോദിച്ചാലും എല്ലാം കറക്റ്റ് ആയിട്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരുകയും ചെയ്യും. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ക്ലിയറും ചെയ്ത് തരും. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ, എക്സാം ഒക്കെ നല്ല രീതിയിൽ എഴുതാനായിട്ട് സാധിച്ചോ? ആ ആ സാധിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഇഗ്നോന്റെ ഒരു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു പാറ്റേൺ ഒക്കെ ആയിട്ട് ഇപ്പോ സെറ്റ് ആയോ? ഇപ്പൊ ഫസ്റ്റ് സെം എഴുതിയപ്പോ ഫുള്ള് പേപ്പർ ക്ലിയർ ആയി. ആ, സെക്കൻഡ് സെം ഇപ്പൊ എഴുതിയിട്ടുള്ളൂ. ഇനി എങ്ങനെയാ ഒരു സെക്കൻഡ് ഇയർ എന്തായാലും എങ്ങനെയാണ് ഒരു ജേണി മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കണേ? ഇതേപോലെ തന്നെ ഓക്കെ, എന്തെങ്കിലും വല്ല സ്ട്രാറ്റജി ഉണ്ടോ കീർത്തനയുടെ ഭാഗത്തുനിന്ന്? ഇതേപോലെ തന്നെ പോ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ ഓക്കെ, ഒന്നായാലും ഒരു ഫസ്റ്റ് ഇയറിനേക്കാളും കുറച്ചുകൂടെ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ഫോക്കസ് ചെയ്ത് പോകാനായിട്ട് നോക്കിയോളൂ കേട്ടാ. താങ്ക് യു. താങ്ക് യു. ഇനി ആരാ? ഞാൻ പറയാം മിസ്സേ. പറയൂ കേൾക്കുന്നില്ലേ? അതിനാ. അനഘ, സോറി അനഘ. ആദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2 കൊല്ലം ഞാനിപ്പോ തേർഡ് സെം കഴിഞ്ഞു, എക്സാം എഴുതി കഴിഞ്ഞു. ആ, നല്ല തന്നെയാണ്. ലേൺ ബേസിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയത് ഒരു വലിയ സപ്പോർട്ട് തന്നെയാ പറയാം. കാരണം ഇതുപോലെ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ മാക്സിമം എന്താ പറയണ്ടേ, ഇവിടെ നമുക്ക് എവിടുന്നും അതിന്റെ ഇത് കിട്ടൂലല്ലോ, വീഡിയോസും ക്ലാസ്സസും ഒന്നും കിട്ടൂല. അന്നേരം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഹെൽപ്പ് ആയിട്ടുണ്ട്. ഇപ്പം തേർഡ് സെമ്മിന്റെ എക്സാം കഴിഞ്ഞതിൽ തന്നെ ഞാൻ ഓരോ ഓരോ ഫീച്ചേഴ്സ് ലേൺ ബേസിന്റെ യൂസ് ചെയ്തിന്. ഓരോ എക്സാമിനും ഒന്നിൽ PYQ യൂസ് ചെയ്തു, പിന്നെ ഷോർട്ട് നോട്ട്, അങ്ങനെ ഓരോന്ന് മാറി മാറി ആയിട്ട് ഞാൻ യൂസ് ചെയ്തു. എനിക്ക് നല്ല രീതിയിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്തിന്. കാരണം PYQ വെച്ചിട്ട് മാത്രം ഞാൻ നോക്കിയിട്ട് പോയിട്ടുണ്ട്. അന്നേരം അതിൽ നിന്ന് തന്നെ എനിക്കൊരു എന്താ പറയണ്ട ഒരു ആവറേജ് മാർക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ കഴിഞ്ഞ 2 സെമ്മിലും ഏതോ സെക്കൻഡ് സെമ്മിൽ ഞാൻ 2 പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പേപ്പർ ഞാൻ ഈ സെമ്മിൽ എഴുതി. അന്നേരം ഉം. എല്ലാം കൂടി ഇതുവരെ ഉള്ളതിൽ എല്ലാം നല്ല പാസ് മാർക്ക് വന്നു. അസൈൻമെന്റിനും നല്ല മാർക്ക് ഉണ്ട്. ഓ, ഗ്രേറ്റ്. അതുപോലെ എന്റെ മെന്ററും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിന്. ഇങ്ങനെ എത്ര ലേറ്റ് ആയിട്ട് ചോദിച്ചാലും മിസ്സിന് തിരക്കുണ്ടാകുമ്പം കുട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ തിരക്കുണ്ടെങ്കിലും അത്ര ഇതായിട്ട് എനിക്കെല്ലാം സപ്പോർട്ട് ചെയ്ത് എല്ലാം പറഞ്ഞു തരുകയും ചെയ്തിന് ദുർഗാ മാം. ഓ, നല്ല കാര്യം. ഇനിയിപ്പോ എങ്ങനെയാ, ഇനി ഒരു സെമ്മ കൂടി ഇല്ലേ? ഫോർത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ല പ്ലാൻ എങ്ങാനും ആക്കിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പ്ലാൻ ഒന്നും ഇല്ല. ആദ്യം മറ്റേ EP സെക്ഷൻ ഞാനൊന്നും നോക്കിയിട്ടില്ല. അന്നേരം ഇപ്പൊ ക്ലാസ്സസ് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് EP കുറച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പത്തേക്ക് അസൈൻമെന്റ് എല്ലാം വരുമല്ലോ, അന്നേരം ആ, അതിന്റെ കൂട്ടത്തിൽ തന്നെ നോക്കി പോവാന്ന് വിചാരിക്കുന്നത്. എനിക്കൊരു പേപ്പർ ക്യൂട്ടിയും കൂടി അത് ഞാൻ എഴുതാത്തോണ്ട് അതും കൂടി നോക്കാനുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നന്നായി പോട്ടെ കേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ.
ഓക്കെ, അടുത്തത് ആതിര. ഹലോ മാം. ആ, പറയൂ. എനിക്ക് എന്താ പറയാ, ക്ലാസ് ആയാലും അതൊക്കെ എനിക്ക് നല്ല ബെറ്റർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് മാത്രല്ല, ഞാൻ കഴിഞ്ഞ സെമ്മിലെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടി ഒരുമിച്ചിട്ടാണ് എഴുതിയെടുക്കുന്നത്. ആ. എനിക്ക് ക്ലാസ് ഒക്കെ അപ്പൊ അതിന്റെ ക്ലാസ് ഒന്നും ഞാൻ ആ ടൈമിലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സെമ്മിന്റെ കൂടെ ഒപ്പാണ് കണ്ടതും എഴുതിയതൊക്കെ. അപ്പൊ നമുക്ക് ഓൾറെഡി റെക്കോർഡായിട്ട് കിടക്കണ കാരണം അത് നോക്കി നമുക്ക് ടൈമിന് നമ്മുടെ അനുസരിച്ചിട്ട് നോക്കാനും അത് ക്ലാസ് കേൾക്കണ കാരണം നമുക്ക് അതിന്റെ ഒരു ബെറ്റർ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഗ്നുന്റെ എക്സാം പാറ്റേൺ ആയിട്ട് നമുക്ക് എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ അല്ലായിരുന്നു. അത് ഫസ്റ്റത്തെ എക്സാം എഴുതിയപ്പോ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫുള്ള് എസ്എ ക്വസ്റ്റ്യൻ മാത്രം. നമ്മള് ഇതിന് ഞാൻ കാലിക്കറ്റ് ആയിരുന്നു ഡിഗ്രി ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം എഴുതിയപ്പോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. പിന്നെ ലാസ്റ്റ് അടുത്ത എക്സാം ഒക്കെ നമ്മൾ അത് ബേസ് ചെയ്തിട്ട് എഴുതുമ്പോഴൊക്കെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എക്സാമും ക്ലാസ്സും കാര്യങ്ങളായാലും അതെ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് തന്നെ തോന്നിയത്. നല്ല രീതിയിലായിട്ട് തന്നെ തോന്നിയത്. ഇപ്പൊ ലേൺ വൈസ് നമ്മൾ തരുന്നതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് എന്തായിരുന്നു? അല്ലെങ്കിൽ പഠിക്കാനായിട്ട് എനിക്ക് റിസൾട്ട് കൂടുതൽ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു റിസോഴ്സ് PP വാൻ അതുപോലെ തന്നെ അൾട്ടിമേറ്റ് അനാലിസിസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ പെട്ടെന്ന് അനാലിസിസ് ഞാൻ അതാണ് നോക്കുക. ഞാൻ ഓരോ ബ്ലോക്കില് ഏത് ബ്ലോക്കാണ് കൂടുതൽ സ്കോർ ചെയ്യണത് അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. എനിക്ക് അത് നല്ല അഭിപ്രായമായിട്ട് തോന്നി. അപ്പൊ നമുക്ക് ഏത് ബ്ലോക്കാണ് കൂടുതൽ കാര്യമായിട്ട് നോക്കേണ്ടത് അത് ഞാൻ നന്നായി അത് നോക്കിയിട്ടാണ് ഞാൻ പോയിരുന്നത്. ഓക്കെ, അപ്പൊ ഉള്ള സമയം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി അല്ലെ? കുറച്ച് സമയമാണെങ്കിലും. എനിക്ക് രണ്ടും കൂടി എഴുതണം കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്കറിയാം, ഞാൻ ഇടയ്ക്ക് മാം വിളിക്കുമ്പോ ഞാൻ പറയും ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെയാവുക എക്സാം എന്താവുക ഭയങ്കര പേടിയുണ്ടായിരുന്നു. എനിക്കൊന്നും അത്ര കുഴപ്പമൊന്നും അങ്ങനെയൊന്നും തോന്നിയില്ല. ഇതിങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ ഏകദേശം പഠിക്കണ കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഓക്കെ. ഇനി അടുത്ത സെം ഒന്നും കൂടെ നല്ല പോലെ ആക്കിയോളൂ കേട്ടാ. പരമാവധി റിസോഴ്സുകളും കാര്യങ്ങളും ലാസ്റ്റ് ടൈമിലോട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് കേട്ട് തുടക്കത്തിൽ തന്നെ നമ്മുടെ ലേൺ വൈസിലുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക കേട്ടാ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെഷന്റെ ഒരു കൺക്ലൂഡിംഗ് പാർട്ടിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ മെയിൻ ആയിട്ട് ഇന്റൻഷൻ എന്ന് പറയുന്നത് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ എംകോമിനെ കുറിച്ച്, എംകോം സെക്കൻഡ് സെം ജേണിയെ കുറിച്ച് ഒരു ക്രിസ്പ് ആയിട്ടുള്ള ഒരു നോളജ് തരിക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്ലാനിങ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് തരിക, ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇതൊക്കെ ഇന്നത്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഇത്തരം സബ്ജക്ട്സുകൾ ഉണ്ട്, അതിന്റെ ക്രെഡിറ്റ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ അത് തന്നെയായിരുന്നു ഇന്നത്തെ ഒരു സെഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു, അപ്പൊ ഒരുപാട് ഇപ്പൊ ജോയിൻ ചെയ്തവരിലെ മെജോറിറ്റി എന്ത് ചെയ്തു, ഷെയർ ചെയ്തു എക്സ്പീരിയൻസ് എന്തായിരുന്നു. പ്ലസ് ലേൺ വൈസിൽ ജോയിൻ ചെയ്തപ്പോൾ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് അത്രമാത്രം സഹായകരമായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. ഒത്തിരി സന്തോഷം. ഇനിയും നിങ്ങളുടെ ജേണി കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഓൾറെഡി തന്നെ നിങ്ങളുടെ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞതിന്റെ തൊട്ട് പിറകെ തന്നെ നമ്മൾ ഈ ഒരു സെഷൻ വെച്ചത്. നിങ്ങളുടെ ഒരു ദിവസം പോലും നിങ്ങൾ വേസ്റ്റ് ആക്കി കളയരുത്. അല്ലെങ്കിൽ ലേൺ വൈസിലെ ആപ്പിൽ അല്ലെങ്കിൽ ലേൺ വൈസിന്റെ ആപ്പിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് തരുന്ന ഒരു സപ്പോർട്ട് നിങ്ങൾ യൂസ് ചെയ്യാതെ പോകരുത് എന്ന് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങളുടെ സെക്കൻഡ് ഇയർ ജേണിയിലോട്ട് പതുക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്ത് നിങ്ങൾ ഇത്രയും മാത്രം സാറ്റിസ്ഫൈഡ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോടൊക്കെ ലേൺ വൈസ് ആപ്പിനെ കുറിച്ച് സജസ്റ്റ് ചെയ്യണം. അങ്ങനെ ആഗ്രഹങ്ങളുണ്ട് അല്ലെങ്കിൽ ലേൺ വൈസിൽ നിന്ന് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് അവരോട് കൺവേ ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കൺവേ ചെയ്യുക. നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യട്ടെ. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഇനിയുള്ള തേർഡ് സെമ്മും ഫോർത്ത് സെമ്മും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനാവട്ടെ. അതിന് വേണ്ടിയിട്ട് ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾ യൂസ് ചെയ്യുക. നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ. എംകോം എന്ന് പറയുന്ന ഡിഗ്രി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലോട്ട് എത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം.
കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.